Good morning, all. Am I audible? Okay. Okay. So, on attendance പറയണേ എല്ലാവരും. അക്ഷയ്, Present, sir. അഞ്ജന, അനുശ്രീ, Present, sir. അച്ന, Present, sir. അശ്വിൻ, Present, sir. ഡൊമിനിക്, ഷീസ്, ആദിൽ, Present, sir. റോഷ്നി, Present, sir. ഷാരോൺ, Present, sir. വിഷ്ണു, വൈഷ്ണവ്. Present, sir. ഓക്കെ. ഷീസ് ഉണ്ടോ ഇവിടെ? ഷീസ്, ഷീസ് ആബ്സെന്റ് ആയിരുന്നോ ഇന്ന്? ഷീസ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നോ ഷീസ്? ഓക്കെ 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 ഓക്കെ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ വി ഹാവ് ഡിസ്കസിങ് അബൌട്ട് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് അല്ലേ? കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? അല്ലെ, കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആയിരുന്നില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ആ, ഓക്കെ ഓക്കെ, ശരി. സോ ഐ തിങ്ക് എന്താണ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? എവിടെ വെച്ചായിരുന്നു സ്റ്റോപ്പ് ചെയ്തതെന്ന് തോന്നുന്നു. സോ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി കൺസിഡർ ചെയ്താൽ ആ കമ്പനിയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് നോർമൽ എംപ്ലോയീസ്, നോർമൽ വർക്കിംഗ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ? സോ അവർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, അല്ല അതിനെ പറ്റിയിട്ട് മാത്രമേ അവർക്കൊരു നോളജ് ഉണ്ടായിരിക്കുള്ളൂ. സോ അങ്ങനെയുള്ള കേസിൽ അല്ലെ നോർമലി എന്ത് ചെയ്യാറുണ്ട്, ഈ കമ്പനീസ് എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ കമ്പനി എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പേഴ്സണിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അതായത് ആ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന പേഴ്സണിന് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. അതായത് ആ ഫീൽഡിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെ പറ്റിയിട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കും. അതുപോലെ എങ്ങനെ സൊസൈറ്റി ആയിട്ട് നല്ല രീതിയിൽ നല്ല ടേംസിൽ കോപ്പറേറ്റ് ചെയ്ത് പോവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനി ഹയർ ചെയ്യും അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യും. സോ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെയാണ് നമ്മൾ ആക്ച്വലി കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന ടേമിൽ നമ്മൾ പറയും. ദാറ്റ് ഈസ് കമ്പനീന്റെ ഫെർദർ കൺസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ. ഓക്കെ. So that is consulting engineers എന്ന് പറഞ്ഞാൽ. And these consulting engineers will be different from the salaried engineers of the organization. Okay, that is salaried engineers ഉണ്ടാവും, അത് നമ്മുടെ നോർമൽ എംപ്ലോയീസ് ആണല്ലേ. സോ അവരിന്ന് തീർത്തും എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി. കാരണം നമ്മുടെ സാലറീഡ് എഞ്ചിനീയേഴ്സിനെ നോക്കിയാൽ അവർക്കൊരു പെർട്ടിക്കുലർ സാലറി ഉണ്ടാവും മന്ത്ലി, അതെന്ത് ചെയ്യും, അത് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നേരെ മറിച്ച് നമ്മൾ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സാലറി ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരൊരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഒരു കോൺട്രാക്റ്റിലേക്കായിരിക്കും അവരെ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില സമയത്ത് പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലെ. സോ അവരുടെ സാലറി എങ്ങനെയാന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആ സർവീസ് ഉണ്ടാവും, കമ്പനിക്ക് ചെയ്തു കൊടുക്കുന്ന ആ വർക്ക് ഇല്ലേ, ആ സർവീസ് ഇല്ലേ, സോ ആ സർവീസസിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, അവർക്ക് ഫീ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ചാർജ് ചെയ്യുക. അങ്ങനെയാണ് അവരുടെ ആ ഒരു സാലറി, അവർക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഫീ കിട്ടുന്നത് എന്ന് പറയും. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സാലറീഡ് എഞ്ചിനീയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള ഒരു കാറ്റഗറിയാണ്. അതായത് അവർ ചെയ്യുന്ന വർക്കിൽ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് നമ്മുടെ സാലറീഡ് എഞ്ചിനീയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അതാണ് അത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. ഇനി നമുക്കിവിടെ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദീസ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്. എന്തൊക്കെയാണ് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്.
അതായത് ആ ഒരു കമ്പനി അവർ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ടും. അതാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടും പഠിക്കാനുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മൂവ് ചെയ്തൂടെ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ഫസ്റ്റ് വൺ നോക്കാം, അഡ്വർടൈസിങ്. കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിൽ ഫസ്റ്റ് വരുന്നതാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. സോ ഞാനൊന്ന് റീഡ് ചെയ്യാം. The consulting engineers are directly responsible for advertising their services, even if they employ other consultants to assist them. They are allowed to advertise, but to avoid deceptive ones. Deceptive advertising, such as the following, are prohibited: by white lies, half-truth, exaggerated claims, making false suggestions through vague wordings or slogans. Okay, സോ നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഫസ്റ്റ് പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ആണ്. ഓക്കെ, സോ ആ അഡ്വർടൈസിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ആ കമ്പനീന്റെ ഫെർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക, അല്ലേ? കാരണം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, ആ കമ്പനീന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് എന്ന് പറയുന്നത്? ആ കമ്പനീനെ പറ്റിയിട്ടുള്ള മാക്സിമം അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കമ്പനീനെ മാക്സിമം അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, സോ അതാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന കാര്യം. അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ലേ? അത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഇവര് ചെയ്യുന്ന വർക്കിനെ അഡ്വർടൈസ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിൽ ചിലപ്പോൾ അത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ? ഓക്കെ, അഡ്വർടൈസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ കമ്പനീനെ മാക്സിമം അഡ്വർടൈസ് ചെയ്യുക, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ കമ്പനീന്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സും അവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പബ്ലിക്കിലേക്ക് അഡ്വർടൈസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? നമ്മുടെ ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് അവരുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ എന്താ പറഞ്ഞിട്ടില്ലേ? ദേ ആർ അലൗഡ് ടു അഡ്വൈസ് ബട്ട് ടു അവോയ്ഡ് ഡിസെപ്റ്റീവ് വൺസ്. ഓക്കെ, അപ്പൊ ഈ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡിസെപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by deceptive? ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ? ഡിസെപ്റ്റീവ് കേട്ടിട്ടില്ല? ഡിസെപ്റ്റീവ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഈ ചതി എന്നെല്ലാം പറയില്ലേ, ചതി അല്ലെ വഞ്ചന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഡിസെപ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആക്ച്വലി അഡ്വർടൈസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ അഡ്വർടൈസിൽ നമ്മൾ ഒരിക്കലും എന്ത് കാണിക്കാൻ പാടില്ല? കള്ളത്തരം കാണിക്കാൻ പാടില്ല. അതായത് സൊസൈറ്റീനെ ഡിസെപ്റ്റ് ചെയ്യുന്ന വഞ്ചന, ചതി അതുപോലെയുള്ള മെത്തേഡ്സിലൂടെ നമ്മൾ ഒരിക്കലും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസെപ്റ്റീവ് അഡ്വർടൈസിങ് സച്ച് ആസ് ദി ഫോളോയിങ് ആർ പ്രോഹിബിറ്റഡ്. ഡിസെപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് ലിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ആക്ച്വലി എന്താണ്? പ്രോഹിബിറ്റഡ് ആണ്, ലോ പ്രോഹിബിറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും എങ്ങനെ ചെയ്യണം? നല്ല എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ മാനേഴ്സ് അല്ലെ നല്ല രീതിയിലായിരിക്കണം എപ്പോഴും ഇവരുടെ കമ്പനീനെ അഡ്വർടൈസ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസിന് എക്സാമ്പിൾ ആണ് കുറച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ബൈ വൈറ്റ് ലൈസ്, ഹാഫ് ട്രൂത്ത്, exaggerated claims, making false suggestions through vague wordings or slogans. ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെ. ബൈ വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ കള്ളത്തരങ്ങൾ നമ്മളിപ്പം അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് അതുപോലെയുള്ള ഹാഫ് ലൈസ് ഒന്നും മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഈ ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്ത് വരിക, അല്ലെ? സോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം? അതിൽ മാക്സിമം ഓണസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഹാഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പം ചില അഡ്വർടൈസ്മെന്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഒരു പുതിയ ഫ്ലാറ്റോ അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങോ എല്ലാം എടുക്കുന്നുണ്ടാവും. അപ്പൊ അവർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ല അടിപൊളി വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ബിൽഡിങ്, അതിന് ചുറ്റും ഫുൾ പച്ചപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവില്ലേ? നമ്മൾ ഗാർഡൻ ഒക്കെ ഒരുക്കിയിട്ട് നല്ല സെറ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണാറുണ്ട്, അല്ലെ? പക്ഷെ നമ്മളവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ചുമ്മാ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പണി തുടങ്ങുന്നേ ഉണ്ടാവില്ല അല്ലെ. സോ ആ രീതിയിൽ അഡ്വർടൈസ് ചെയ്യുന്ന അതാണ് നമ്മൾ ഹാഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? അങ്ങനെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ലേ? മെയിൻ ആയിട്ട് നമ്മുടെ ഫ്ലാറ്റും അതുപോലെയുള്ള ബിൽഡിങ്ങിന്റെ കേസിൽ തന്നെയാണ് അല്ലെ. നമ്മൾ നല്ല സെറ്റ് ആയിട്ട് ഗാർഡനും എല്ലാം ഒരുക്കിയിട്ടുള്ള നല്ല അടിപൊളി അഡ്വർടൈസ്മെന്റ് ആയിരിക്കും നമ്മൾ കാണുമ്പോൾ. പക്ഷെ അവിടെ പോയി നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് മനസ്സിലാവും അല്ലെ. സോ ആ ഒരു രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ എക്സാജറേറ്റഡ് ക്ലെയിംസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് മേക്കിംഗ് ഫോൾസ് സജഷൻസ്, അതുപോലെ ത്രൂ വാഗ്യൂ വേർഡിങ്സ് ഓർ സ്ലോഗൻസ്. എപ്പോഴും നല്ല കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവർ ഏത് കമ്പനിക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനീന്റെ കാര്യങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നോക്കിയാൽ കോമ്പറ്റീറ്റീവ് ബിഡിങ്. സോ കോമ്പറ്റീറ്റീവ് ബിഡിങ് നോക്കാം. ഇറ്റ് മീൻസ് ഓഫറിംഗ് എ പ്രൈസ് ആൻഡ് ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദി സർവീസ് ഓഫേർഡ്. The organization have a pool of engineers. The expertise can be shared and the bidding is made more realistic. But the individual consultants have to develop creative designs and build their reputation steadily and carefully over a period of time. The clients will have to choose between the reputed organizations and proven qualifications of the company and the expertise of the consultants. Although competent, the younger consultants are the slightly at a disadvantage. ഓക്കെ, അപ്പൊ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടോ, നിങ്ങൾ ഈ ടെൻഡർ ക്ഷണിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടെൻഡർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബിസിനസ് ഫീൽഡിൽ ടെൻഡർ വിളിക്കാന്നെല്ലാം കേട്ടിട്ടുണ്ടോ? ആ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു, ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ഫിക്സ് ചെയ്തു, ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിക്കും. അതായത് ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗവൺമെന്റ് ഒരു ടെൻഡർ ക്ഷണിക്കും. അതായത് ഈ ബിൽഡിംഗ് ഏറ്റവും നല്ല പ്രൈസിൽ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ടെൻഡർ കൊടുക്കുക എന്നാണ് നമ്മൾ യൂഷ്വലി പറയുക. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി കോമ്പറ്റീറ്റീവ് ബിഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മീൻ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഒരു കാര്യം? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ ആരും? എടാ നമ്മളിപ്പം എന്താ നമ്മളിപ്പം ഗവൺമെന്റിൽ ഇപ്പം പല രീതിയിലുള്ള പ്രൊജക്ട് എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ആൾക്കാരെ സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാറില്ലേ? അതായത് നല്ല രീതിയിൽ നല്ല പ്രൈസിന് ആ വർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഗവൺമെന്റ്. അത് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് എടുക്കുവാണെങ്കിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അല്ലെ. അപ്പോ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ നല്ല പ്രൈസിൽ നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത്, അവരെ ആയിരിക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. അല്ല, അവർക്കായിരിക്കും അവര് കരാറ് കൊടുക്കുക അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി കോമ്പറ്റീറ്റീവ് ബിഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയ? ഇത് കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു കാര്യം? യൂഷ്വലി ന്യൂസിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? ആ, ഓക്കെ. അത് ആ പ്രോസസ്സാണ് ആക്ച്വലി കോമ്പറ്റീറ്റീവ് ബിഡിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മൾ ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിനെ നമ്മൾ കമ്പനീസ് യൂഷ്വലി അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലെ. കമ്പനീന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവർ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യുക. ആ കൺസ്ട്രക്ഷൻ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു, ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ എന്തെങ്കിലും സംഭവം ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, ടെൻഡർ വിളിക്കും അല്ലെ. ആരാണോ നല്ല രീതിയിൽ നല്ല പ്രൈസിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ ടെൻഡർ വിളിക്കും അല്ലെ. അപ്പൊ ആ ടെൻഡർ നേടിയെടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരിക, ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത്.
ഓക്കെ, കാരണം ഈ കൺസൾട്ടിങ് എഞ്ചിനീയർ ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യും അല്ലെ? അപ്പൊ അത് നേടിയെടുത്താലേ ഇവർക്ക് നല്ല ലാഭം ഉണ്ടാവും അല്ലെ? അപ്പൊ അത് നല്ല രീതിയിൽ നല്ല പ്രൈസിന് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് ആ ഒരു ടെൻഡർ നേടിയെടുക്കുക എന്നുള്ളത് ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ സെക്കൻഡ് വൺ ആയിട്ട് ഈ ഒരു കോമ്പറ്റീറ്റീവ് ബിഡിങ്ങിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇതുപോലെയുള്ള പല ഓഫേഴ്സും വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളത്. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മത്സരം എന്നുള്ള മീനിങ് അല്ലേ? അല്ലെ, കോമ്പറ്റീറ്റീവ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ബിഡിങ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഒരു എന്താണ്, ആവേശം എന്നെല്ലാം നമ്മൾ പറയാറില്ലേ? അതാണ് ബിഡിങ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് മീനിങ് എന്ന് പറയും. സോ കോമ്പറ്റീറ്റീവ് ബിഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അവരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്കത് നേടിയെടുക്കണമെങ്കിൽ അത് നമുക്കൊരു എക്സ്ട്രാ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം അല്ലെ? സോ അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഈ കോമ്പറ്റീറ്റീവ് ബിഡിങ് നടത്തിയിട്ട് ആ സംഭവം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. So that is the second responsibility of consulting engineers. Then third one is contingency fee. Okay, so contingency fee എന്ന് പറഞ്ഞാൽ this is the fee or commission paid to the consultant when one is successful in saving the expenses for the client. A sense of honesty and fairness is required in fixing this fee. The fee may be either as an agreed amount or a fixed percentage of the savings realized. But in the contingency fee agreements, the judgment of the consultant may be biased. The consultant may be tempted to specify inferior materials or design methods to cut the construction cost. This fee may motivate the consultants to effect saving in the cost to the clients through reasonably moral and technological means. So contingency fee എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു കമ്പനി എടുത്താൽ, ഒരു ഓർഗനൈസേഷൻ എടുത്താൽ അവിടെ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോ ആ ഓർഗനൈസേഷൻ എന്തുണ്ടാവും, പല രീതിയിലുള്ള ഡീലിങ്സ് നടത്തും അല്ലെ? ഒരു കമ്പനി ആകുമ്പോൾ പല രീതിയിലുള്ള ഡീലിങ്സ് നടത്തൂലേ, നടന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇപ്പം ഒരു ഡീലിങ് ഇവരിപ്പം ഒരു ഡീലിങ് വിജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡീലിങ് വോൺ ചെയ്ത് കഴിഞ്ഞാൽ ആരുമായിട്ടാണോ ആ ഡീലിംഗ് അവർ നടത്തിക്കൊണ്ടിരുന്നത് അവരെന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഇവർക്ക് ഓഫർ ചെയ്യും കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെ? ഇപ്പം യൂഷ്വലി എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. നോർമലി ഒരു കമ്പനി ആയാൽ ഇപ്പം അവരൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർക്കൊരു ലാഭം ഉണ്ടാവും, എന്നെങ്കിൽ മാത്രമേ അത് അവർ ചെയ്യുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലയന്റിന് എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ ആ സർവീസ് നല്ല രീതിയിൽ വിജയിച്ചാൽ ആ ക്ലയന്റ് എന്ത് ചെയ്യും, ആ കസ്റ്റമർ എന്ത് ചെയ്യും, ഈ കമ്പനിക്ക് ഒരു എമൗണ്ട് ഓഫർ ചെയ്യും അല്ലെ? അപ്പൊ ആ ഒരു എമൗണ്ടിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മുടെ ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയറിന് അവകാശപ്പെട്ടതാണ് അല്ലെ? കാരണം ആ ഒരു ഓഫർ, ആ കസ്റ്റമറിനുമായിട്ടുള്ള ആ ഒരു ഡീലിംഗ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന, അല്ലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയർ എന്ന് പറയുന്നത് അല്ലെ? സോ ഏതൊരു ഡീലിംഗ് സക്സസ് ആയാലും ആ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റ് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന്റെ ഒരു പെർസെന്റേജ്, ഒരു എത്രയോ എന്ന് വെച്ചാൽ ആ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയറിന് അവകാശപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ഫീ ആണ് ആക്ച്വലി കോണ്ടിജൻസി ഫീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മീൻ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കോണ്ടിജൻസി ഫീ എന്ന് വെച്ചാൽ അതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതൊരു ഡീലിംഗ് സക്സസ് ആയാലും ആ ഡീലിംഗിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇതില്ലേ, ലാഭമില്ലേ, ബെനിഫിറ്റ് ഇല്ലേ, അതിന്റെ ഒരു എമൗണ്ട് അല്ലെ അതിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിൻ്റെതാണ്. സോ അതിനെയാണ് നമ്മൾ ആക്ച്വലി കോണ്ടിജൻസി ഫീ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ കോണ്ടിജൻസി ഫീ ഇവർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് അല്ലെ? കാരണം ആ ഡീലിംഗ് നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ഇവർക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ അല്ലെ? സോ അത് നല്ല രീതിയിൽ നടത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആക്ച്വലി ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ? സോ അതുകൊണ്ടാണ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഈ ഒരു കോണ്ടിജൻസി ഫീ കൂടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം ഈ കോണ്ടിജൻസി ഫീ എന്ന് പറയുന്നത് ഇവർക്കും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിന്റെ കേസിൽ ആ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യം? സ്പീഡ് ആവോ കൺഫ്യൂഷൻ ആവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ?
എടാ ഇത് എന്താണ് ഒരു റെസ്പോൺസും ഇല്ലാത്ത? കേൾക്കാൻ ഞാൻ ഇത്ര നേരം ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യേണ്ട വെച്ചാൽ ഞാൻ മിണ്ടാതിരുന്നതാ. ഞാൻ മിണ്ടാതിരുന്നിട്ട് കൂടെ നിങ്ങൾ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് എടുക്കുന്ന കാര്യങ്ങൾ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഈ കുറച്ച് ആൾക്കാരല്ലേ റെസ്പോണ്ട് ചെയ്യില്ല എപ്പോഴും, ബാക്കി ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. എന്നിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ക്ലിയർ ആവുന്നില്ലെങ്കിലൊക്കെ പറയണം കേട്ടാ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ എക്സാം മിക്കവാറും ജനുവരിയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കണം. എക്സാം മിക്കവാറും ജനുവരിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. സോ കോണ്ടിജൻസി ഫീ എന്ന് പറയുന്നത്, ആ ഒരു ടേം ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് ഈ കോണ്ടിജൻസി ഫീ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കോണ്ടിജൻസി ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഡീലിംഗ് നടക്കുമ്പോഴും ആ ഡീലിംഗ് സക്സസ് ആയാൽ ആ ഒരു കസ്റ്റമർ എന്ത് ചെയ്യും? കമ്പനിക്ക് ഒരു എമൗണ്ട് പേ ചെയ്യും. അപ്പൊ ആ എമൗണ്ടിന് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ഫീ ആണ് ആക്ച്വലി, അല്ലെ അവർക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അതാണ് ആക്ച്വലി കോണ്ടിജൻസി ഫീ എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു കോണ്ടിജൻസി ഫീ കിട്ടുള്ളൂ. ഓക്കെ, സോ അത് നേടിയെടുക്കുക എന്നുള്ളതും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റിന്റെ സെക്ഷനിൽ ഈ ഒരു കോണ്ടിജൻസി ഫീ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഫീ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ എന്ത് രീതിയിലും അല്ലെ മോശമായ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റമേഴ്സിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എപ്പോഴും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എ സെൻസ് ഓഫ് ഓണസ്റ്റി ആൻഡ് ഫെയർനെസ് ഈസ് റിക്വയർഡ് ഇൻ ഫിക്സിംഗ് ദിസ് ഫീ. എപ്പോഴും ഓണസ്റ്റിയും ഫെയർനെസ്സും എപ്പോഴും മസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും മോറലി റീസണബിളും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ വൈസും റീസണബിളും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അങ്ങനെ നല്ല മെത്തേഡ്സിലൂടെ ആയിരിക്കണം നമ്മൾ ആ ഒരു ഡീലിംഗ് നേടിയെടുക്കേണ്ടത്. ഓക്കെ, കാരണം ഈ ഒരു ഫീ കിട്ടും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിലൊന്നും നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പാടില്ല. അതാണ് പിന്നീടുള്ള പോയിന്റ്സിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് അവരുടെ തേർഡ് റെസ്പോൺസിബിലിറ്റി, കോണ്ടിജൻസി ഫീ. Then the fourth responsibility of consulting engineers are safety and clients' needs. So അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, the greater freedom for the consulting engineers in decision making on safety aspects and difficulties concerning truthfulness are the matters to be given attention. A few on-site inceptions by the consulting engineers will expose the deficiency in execution and save the workers, the public, and the environment that may be exposed to risk upon completion of the പ്രോജക്ട്. അത് യൂഷ്വൽ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാലറീഡ് എഞ്ചിനീയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കാരണം അവർ ഒരു പെർട്ടിക്കുലർ സാലറിന്റെ ബേസിസിലൊന്നല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെ? സോ അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്ന കാര്യങ്ങൾ എക്സാക്ട് അതുപോലെ അനുസരിക്കണമെന്നൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ കമ്പനി ഒരു പെർട്ടിക്കുലർ സാലറീഡ് ആയിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ, അല്ലെ? സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അവരുടെ വർക്കിലുണ്ട്. ആ ഒരു ഫ്രീഡം എടുക്കാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. അതിപ്പം ഡിസിഷൻ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ പ്ലാനിങ് ആയാലും പോളിസി മേക്കിംഗ് ആയാലും എന്തിലായാലും അവർക്ക് ആ ഒരു എക്സ്ട്രാ ഫ്രീഡം ഉണ്ട്. ഓക്കെ, സോ ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, അവർക്കാണ് ആക്ച്വലി എന്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ക്ലയൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ക്ലയൻസിന്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം അവർക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഇല്ലേ, സോ അവർക്കത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഈ ക്ലയൻസുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആണ്, അല്ലെ? അവരാണ് ക്ലയന്റുമായിട്ട് മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ടെല്ലാം ശരിയാക്കി കൊടുക്കുന്ന ആൾക്കാർ ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ അവരെപ്പോഴും എങ്ങനെയായിരിക്കണം? ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് തന്നെ ആ ക്ലയന്റിന്റെ സേഫ്റ്റി ആയാലും അല്ലെങ്കിൽ ആ ക്ലയന്റ്സിന്റെ നെസസിറ്റീസ് റിക്വയർമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും
ഈ നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ 4 നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. The ethical responsibilities of consulting engineers. That is, first one is advertising, second one is competitive bidding, third one is contingency fee, and fourth one is safety and clients needs. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ള കാര്യം. ഇത്രയും ചെറിയൊരു സെക്ഷനാണ്, ഇത്രയും കാര്യങ്ങളെ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്തൂടെ? ഓക്കെ അല്ലേ? കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സിന്റെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഷോർട്ട് ആൻസർ ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ആസ് അഡ്വൈസേഴ്സ്. നമ്മൾ ഇതിനു മുന്നേ ഇപ്പം കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് പഠിച്ചു, അതിന് മുന്നേ നമ്മൾ എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ് പഠിച്ചു. ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയേഴ്സ് ആസ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ എഞ്ചിനീയേഴ്സിന് ആരായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റും? അഡ്വൈസേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ എഞ്ചിനീയേഴ്സിന്. ഓക്കെ, പല കമ്പനീസും അങ്ങനെ ഹയർ ചെയ്യാറുണ്ട് എഞ്ചിനീയേഴ്സിനെ. അഡ്വൈസർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എഞ്ചിനീയേഴ്സിനെ പലപ്പോഴും ഹയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് എഞ്ചിനീയേഴ്സ് ആസ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. സോ നോക്കുക, the engineers are required to give their view on the future, such as in planning, policy making, which involves the technology. For example, should India expand nuclear power options or support traditional energy sources such as fossil fuels or alternative forms like solar and wind energy? So engineers as advisors എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞത് തന്നെ പല കമ്പനീസും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് അഡ്വൈസേഴ്സ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഹയർ ചെയ്യാറുണ്ട്. അതായത് അവരുടെ കമ്പനീസിന് അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്? അഡ്വൈസ് ചെയ്യുക അല്ലെ? അതായത് കമ്പനിയുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്ലാനിങ് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡ്വൈസേഴ്സ് എന്ന് പറയുക. അപ്പൊ ആ ഒരു പൊസിഷനിൽ ഇരിക്കുക അല്ലെങ്കിൽ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്? എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ ഇതാണ് എഞ്ചിനീയേഴ്സ് ആസ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷനിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എഞ്ചിനീയേഴ്സിന്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയാണ്? ആ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കുക. അതാണ് അഡ്വൈസർ എന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്യൂച്ചർ നന്നാവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പോളിസീസും കാര്യങ്ങളും ഉണ്ടാക്കുക. അതുപോലെ തന്നെ ടെക്നോളജീനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനീനെ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തുടങ്ങി ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്വൈസേഴ്സിന്റെ ഡ്യൂട്ടി. അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് എഞ്ചിനീയേഴ്സ് ആസ് അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് various issues and requirements for engineers who act as advisors. ഓക്കെ, ഈ അഡ്വൈസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലാണ് നിങ്ങൾ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഞ്ചിനീയേഴ്സിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ അഡ്വൈസർ എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് നെസസിറ്റീസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് ഒബ്ജക്ടിവിറ്റി ആണ്. ഓക്കെ, so the engineer should study the cost and benefits of all possible alternative means in objective manner within the specified conditions and assumption. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ അഡ്വൈസർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഞ്ചിനീയേഴ്സിന് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡിലൂടെ ആയിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഇവര് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെ? കമ്പനിയുടെ ഫ്യൂച്ചർ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിന്റെ ബെനിഫിറ്റ്സ്, അതായത് നമ്മൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്,
ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്ത് പ്ലാനിങ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ കോസ്റ്റും അതിന്റെ ബെനിഫിറ്റിനും ഒക്കെ പറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിരിക്കണം. ഒരു ഒബ്ജക്റ്റീവ് മാനറിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഒരു ഒബ്ജക്ടിവിറ്റി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നതാണ് ഒബ്ജക്ടിവിറ്റി. ഓക്കെ, അറിയുന്ന കാര്യം തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ, സ്റ്റഡി ഓൾ ആസ്പെക്ട്സ്. നോക്കാം, they have to study the economic viability, technical feasibility, operational feasibility, and social acceptability, which include environmental and ethical aspects before formulating the policy. അപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ അഡ്വൈസർ എന്ന് പറയുന്നത് എന്താ ചെയ്യുക, മെയിൻ ആയിട്ടും കമ്പനീന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക, അല്ലെ, പോളിസീസ് ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പോളിസിയും പ്ലാനും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു പോളിസി അല്ല നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് അത് എഫക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ഇക്കണോമിക്കലി അത് എങ്ങനെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്കലി എങ്ങനെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ സൊസൈറ്റീനെ എങ്ങനെ എഫക്ട് ചെയ്യാം, ഓർ എൻവയോൺമെന്റലി അതെങ്ങനെ എഫക്ട് ചെയ്യാം തുടങ്ങി എല്ലാ ആസ്പെക്റ്റും സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് വേണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ പോളിസിയോ അല്ലെങ്കിൽ പ്ലാനോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കാനുള്ള എബിലിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം, ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് അതിന്റെ എല്ലാ ഇഫക്റ്റും എഫക്ട്സും നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ആ ഒരു പോളിസീസ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിക്വയർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതാണ് ആ രണ്ടാമത്തെ പോയിന്റ് മീൻ ചെയ്യുന്നത്, സ്റ്റഡി ഓൾ ആസ്പെക്ട്സ് എന്നുള്ള ആ ഒരു പോയിന്റ് മീൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ മക്കളെ? ഓക്കെ, ഇത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്ത കേട്ടോ. നമുക്ക് ജനറലി അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത് നമുക്ക് നോക്കാം, തേർഡ് വൺ എന്ന് പറയുന്നത് വാല്യൂസ് ആണ്. വാല്യൂസ് നമുക്കറിയാം, നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്, അല്ലേ? സോ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് engineers have to possess the qualities such as honesty, competence, diligence, loyalty in serving the interest of the clients, and maintaining confidentiality and public trust and respect for the common good, rather than serving only the interest of the clients or the political interest. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു അഡ്വൈസർ എന്നുള്ള ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് ഡീൽ ചെയ്യേണ്ടത്. അതായത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഒക്കെ നോക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനായിരിക്കണം, ഈ കൈൻഡ് ഓഫ് വാല്യൂസിനായിരിക്കണം. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ല, ഓണസ്റ്റി ആയാലും അല്ലെങ്കിൽ കോമ്പിറ്റൻസ് ആയാലും ലോയൽറ്റി ആയാലും കോൺഫിഡൻസ് ആയാലും അല്ലെങ്കിൽ പബ്ലിക് ട്രസ്റ്റ് ആയാലും ഒക്കെ എന്താണ്, നമ്മൾ അതിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കണം. കാരണം അഡ്വൈസേഴ്സ് അല്ലേ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അഡ്വൈസ് ഉണ്ടാക്കുന്ന ആളാണ് അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെ? അപ്പൊ അയാൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സിന് ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ വേണ്ട മറ്റൊരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. വാല്യൂസിന് എപ്പോഴും റെസ്പെക്ട് ചെയ്യുക, റേദർ ദാൻ ദി പൊളിറ്റിക്കൽ ആൻഡ് അതർ ഇൻട്രസ്റ്റ്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വാല്യൂസിനായിരിക്കണം. Okay, then fourth one is technical complexity. The arbitrary, unrealistic, and controversial assumptions made during the future planning that are overlooked or not verified will lead to moral complexity. The study on future is full of uncertainties than the investigations on the past events. Okay, so അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലെ? അൺസർട്ടനിറ്റി ആണ്. ഫ്യൂച്ചറിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് അൺസർട്ടൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയില്ലല്ലോ എന്താണ് നടക്കാന്നുള്ളത്. പ്ലാനിങ് ഒക്കെ ചെയ്യാന്നല്ലാതെ കറക്റ്റ് ആയിട്ട് എന്താ നടക്കുക നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അൺസർട്ടൻ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പിന്നീട് അതൊരു വലിയൊരു കോംപ്ലക്സിറ്റിയിലേക്ക് മാറാതിരിക്കണം, അല്ലെങ്കിൽ മാറാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഓൾറെഡി നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇപ്പം അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഇപ്പം ടെക്നിക്കൽ വൈസ് ആയാലും അല്ലെങ്കിൽ നമ്മളിപ്പം ആർബിട്രറി, അൺറിയലിസ്റ്റിക് ആൻഡ് കോൺട്രവേഴ്സിയൽ അസംഷൻസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഫ്യൂച്ചർ പ്ലാനിംഗ് ദാറ്റ് ആർ ഓവർലുക്ഡ് ഓർ നോട്ട് വെരിഫൈഡ് വിൽ ലീഡ് ടു മോറൽ കോംപ്ലക്സിറ്റി. നമ്മളിപ്പോ ആ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാതെ ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മളെ അസംഷൻസ് അല്ലേ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് അസംഷൻസ് ആണ്, നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, അല്ലെ? സോ ആ അസ്യൂം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വെരിഫൈ ചെയ്യാതെ ആയത് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അങ്ങനെ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഒന്നും നടത്താതെയാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ഭാവിയിൽ എന്ത് ചെയ്യാം, വലിയൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ, നല്ല രീതിയിൽ വെരിഫൈഡ് ആയിട്ടായിരിക്കണം നമ്മൾ ആ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതും പ്ലാൻ ചെയ്യേണ്ടതും. ഓക്കെ. അല്ല, അങ്ങനെയുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അഡ്വൈസർ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. ടെക്നിക്കൽ കോംപ്ലക്സിറ്റീസ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെയുള്ളത് നാഷണൽ സെക്യൂരിറ്റി. യെസ്, അത് ആ വേർഡിൽ തന്നെ ക്ലിയർ ആണ് അല്ലേ. ദി പ്രപ്പോസ്ഡ് ഓപ്ഷൻസ് ഷുഡ് ബി എയിംഡ് ടു സ്ട്രെങ്തൻ ദി ഇക്കോണമി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ ബിസൈഡ്സ് സേഫ് ഗാർഡിംഗ് ദ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ദി എൻവിയോൺമെന്റ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡീഗ്രേഡേഷൻ. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെ പ്ലാനിങ് നടത്തി എന്ന് പറഞ്ഞാലും ആ പ്ലാനിങ്ങിന്റെ കൂടെ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും കൺസേൺ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നാഷൻ, നമ്മുടെ രാജ്യമാണ് അല്ലെ. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന്. ഓക്കെ. അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ കൺസേൺ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ കമ്പനീന്റെ നല്ലതിന് വേണ്ടിയിട്ട്, നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ അഡ്വൈസ് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കേണ്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റ്, നമ്മുടെ സൊസൈറ്റിയാണ്. അപ്പൊ അതിനൊരിക്കലും നെഗ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസേഴ്സ് എടുക്കുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരിക്കലും എങ്ങനെയാവാൻ പാടില്ല, ഈ നമ്മുടെ നാഷനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി കൂടിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓക്കെ. അതാണ് അഞ്ചാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് അഡ്വൈസേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? ബോറാവുന്നുണ്ടോ? ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് എഞ്ചിനീയേഴ്സ് അഡ്വൈസേഴ്സ്. എന്താണ് അഡ്വൈസർ എന്നുള്ള ആ ഒരു പൊസിഷൻ, അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണ്, പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, ആ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ നിങ്ങൾ എഞ്ചിനീയേഴ്സിന് ഉണ്ടായിക്കേണ്ട ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്. ദാറ്റ് ഈസ് ഒബ്ജക്ടിവിറ്റി, സ്റ്റഡി ഓൾ ആസ്പെക്ട്സ്, വാല്യൂസ്, ടെക്നിക്കൽ കോംപ്ലക്സിറ്റി, നാഷണൽ സെക്യൂരിറ്റി. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഒരു രണ്ട് ടോപ്പിക്കും കൂടി ആയാലും നമ്മുടെ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയ കേട്ടോ. ദാറ്റ് ഈസ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. ഓക്കെ. സോ ഐ തിങ്ക് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാരണം ടൈം ആയില്ലേ ഇപ്പോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.